വയറിന് മുന്നിലെ റെക്ടസ് മസിലുകൾ ബലക്ഷയം മൂലമാകുന്ന അഭംഗിയോടെ നമ്മുടെ വയർ തള്ളിവരുന്ന ഡൈവാരിക്കേഷൻ ഓഫ് റെക്ടസ് മസിൽസ് എന്ന രോഗാവസ്ഥയ്ക്കുള്ള അതിനൂതന ലാപ്രോസ്കോപ്പിക് ശസ്ത്രക്രിയയായ അബ്ഡോമിനൽ വാൾ റീകൺസ്ട്രക്ഷൻ AWR കുറിച്ച് സംസാരിക്കുന്നു കേരളത്തിലെ ലാപ്രോസ്കോപ്പിക് സർജറിയുടെ പിതാവ് എന്നറിയപ്പെടുന്ന ഡോക്ടർ മുഹമ്മദ് ഇസ്മായിൽ. നമ്മളുടെ വയർ എന്ന് പറയുന്നത് ഒരു കോഴ്സെറ്റാണ്, ഒരു സിലിണ്ടർ പോലെയാണ് നമ്മളുടെ വയർ. അതിൻ്റെ ഉള്ളിൽ നമ്മളുടെ ഗ്യാസ്ട്രോ ഇൻറ്റെസ്റ്റൈനൽ ട്രാക്റ്റ്, ലിവർ, അങ്ങനെ വളരെയധികം പ്രധാനപ്പെട്ട അവയവങ്ങൾ വെച്ചിരിക്കുന്ന ഒരു കണ്ടെയ്നറാണ്. അത് വളരെയധികം സ്ട്രെങ്തൻ ചെയ്തിരിക്കുന്നത് ബാക്കിൽ നമ്മളുടെ ബാക്ക് ബോണും അതേപോലെ ഫ്രണ്ടിൽ അത്രമാത്രം ശക്തിയുള്ള 2 മസിൽ നമ്മുടെ വയറിലുണ്ട്. റെക്ടസ് മസിൽ എന്ന് പറയുന്നത്. നമ്മൾ പല കാരണങ്ങൾ കൊണ്ടും ഈ മസിലുകൾക്ക് ബലക്ഷയമുണ്ടാവും. പ്രത്യേകിച്ചും വളരെ കോമൺ ആയിട്ട് നമ്മൾ കണ്ടുവരുന്നതാണ് 1-2 പ്രസവങ്ങൾ നടന്നു കഴിയുമ്പോൾ. സാധാരണ രീതിയിൽ ഈ മസിൽ അകലാറുണ്ട് വയർ വീർത്തു വരുന്ന സമയത്ത്. പക്ഷേ പ്രസവത്തിന് ശേഷം ഈ മസിൽ തിരിച്ച് പൂർവ്വസ്ഥിതിയിലാകാറാണ് പതിവ്. പക്ഷേ ചില ആൾക്കാർക്ക്, ചില രോഗികൾക്ക് ഈ മസിൽ പൂർവ്വസ്ഥിതിയിലാകില്ല. അത് ഇങ്ങനെ അകന്ന് തന്നെ ഇരിക്കും. ഡൈവാരിക്കേഷൻ ഓഫ് റെക്ടൈ മസിൽസ് എന്നാണ് പറയുക. അപ്പോൾ എന്താ പറ്റുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സിലിണ്ടറിൻ്റെ മുന്നിലുള്ള ഭാഗം ബലക്ഷയമുള്ളത് കാരണം ഇങ്ങനെയുള്ളവർക്ക് ഒന്ന് വയറിങ്ങനെ ചാടി വളരെ കോസ്മെറ്റിക്കായിട്ട് വളരെ അഭംഗിയുണ്ടാവും. അതിനേക്കാളുപരി ഇവർക്ക് കുറേ കഴിയുമ്പോൾ നമ്മളുടെ ബാക്കിലുള്ള മസിൽസ് കൂടുതൽ കൂടുതൽ പണി ചെയ്യുന്നത് കാരണം അതിന് ബാക്ക് പെയിനൊക്കെ ഉണ്ടാകാനായിട്ടുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇത് പണ്ടൊക്കെ നമ്മൾ ചെയ്ത് വരുന്നിരുന്നത് ഈ മസിലുകൾ നമ്മൾ വലിച്ച് ചിലപ്പോൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൽ നമ്മൾക്ക് ശരിക്കുള്ള ബലം കിട്ടില്ല. അതേപോലെ തന്നെ ഈ മസിൽസ് ലൂസാകാനായിട്ടുള്ള കാരണം മൾട്ടിപ്പിൾ സർജറീസ്. നമ്മൾ 2-3 പ്രാവശ്യം സർജറി ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ മസിലിന് ബലക്ഷയമുണ്ടായിട്ട് ഹേർണിയ ഉണ്ടാകും. അപ്പോൾ അത് വളരെ അധികം വിടവുകൾ ഉണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള ഹേർണിയാസ് നമ്മൾ സാധാരണ രീതിയിൽ കൂടി റിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ അത് പിന്നെയും ഉണ്ടായിക്കൊണ്ടിരിക്കും. റെക്കറൻറ്റ് ഹേർണിയാസ് ഉണ്ടായിക്കൊണ്ടിരിക്കും. അപ്പോൾ ഇതിനെ ചികിത്സിക്കുവാനായിട്ടുള്ള പുതിയ ഒരു ചികിത്സാ സംവിധാനമാണ് അബ്ഡോമിനൽ വോൾ റീകൺസ്ട്രക്ഷൻ, AWR എന്ന് പറയുന്ന ശസ്ത്രക്രിയാ രീതി. ഇത് നമ്മൾ താക്കോൽ ദ്വാരത്തിൽ കൂടെ ആണ് ചെയ്യുക. അതാണ് അതിൻ്റെ ഒരു അട്രാക്ഷൻ. കാരണം വെച്ചാൽ ആ ഒരു രീതിയിൽ കൂടി ചെയ്യുന്നത് കാരണം രോഗികൾക്ക് വേദന വളരെ കുറവായിരിക്കും. നമ്മൾ അതേപോലെ തന്നെ ഈ റിപ്പയർ ചെയ്യുന്ന സമയത്ത് വളരെ വലിയ മെഷ് നമ്മുടെ വയറിൻ്റെ ഭിത്തി എന്ന് പറയുന്നത് 3 ലെയറിലുള്ള ഫാറ്റ് മസിൽസ് ഉണ്ട്. ആ മസിൽസ് കഴിഞ്ഞിട്ട് ഈ കുടലിനെയൊക്കെ പൊതിയുന്ന പെരിട്ടോണിയം എന്ന് പറയുന്ന ഒരു പാടയുണ്ട്. അപ്പോൾ ഈ മെഷ് നമ്മൾ പ്ലേസ് ചെയ്യുന്നത് ബിറ്റ്വീൻ ദി മസിൽസ് ആൻഡ് പെരിട്ടോണിയം ആയിരിക്കും. അപ്പോൾ ഈ മെഷ് ഒരു കാരണവശാലും കുടലുമായിട്ട് ബന്ധപ്പെടുകയോ അല്ലെങ്കിൽ നമ്മളുടെ മസിലിന് പുറത്തുള്ള ഫാറ്റുമായിട്ട് ബന്ധപ്പെടുകയോ ചെയ്യുന്നില്ല. അതുകൊണ്ടുള്ള ഗുണങ്ങൾ വളരെയധികമാണ്. നമ്മളിത് പുറത്ത് വെച്ച് കഴിഞ്ഞാൽ സാധാരണഗതിയിൽ ഈ ഫാറ്റ് ഉരുകിയിട്ടുള്ള സീറോമ, നമ്മൾ ഫ്ലൂയിഡ് വന്ന് കിട്ടാനായിട്ടും അത് ആ വൂണ്ട് ഹീൽ ചെയ്യുവാനായിട്ടുള്ള താമസമുണ്ട്. അതേപോലെ തന്നെ വയറ്റിനുള്ളിൽ ഈ മെഷ് വെച്ച് കഴിഞ്ഞാൽ കുടലുമായിട്ട് ഒട്ടിപ്പിടിക്കുവാനായിട്ടുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ ഇത് ഏറ്റവും നല്ല ഒരു സ്ഥലം നമ്മൾക്ക് മെഷ് വെച്ച് ഈ അബ്ഡോമിനൽ വോൾ റിപ്പയർ ചെയ്യാനുമായിട്ട് സാധിക്കുന്നത് ഈ മസിലിൻ്റെയും പെരിട്ടോണിയത്തിൻ്റെയും ഇടയിൽ കൂടെയാണ്. ഈ അബ്ഡോമിനൽ വോൾ റീകൺസ്ട്രക്ഷൻ അല്ലെങ്കിൽ ഇതിനെ ഈറ്റപ്പ് എന്ന് പറയും. നമ്മൾ താക്കോൽദ്വാര ശസ്ത്രക്രിയയിൽ കൂടി ചെയ്യുന്നത് കാരണം രോഗികൾക്ക് ഗുണകരമായിട്ടുള്ളതാണ്. റെക്കറൻസ് റേറ്റ് വളരെ കുറവാണ്, വേദന വളരെ കുറവാണ്, വേഗം നമ്മൾക്ക് തിരികെ ജോലിയിൽ പ്രവേശിക്കുവാനായിട്ട് സാധിക്കും. മൗലാന ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ. ഫോൺ 04933262113. ഇമെയിൽ maulanaBariatric@gmail.com.